സുപ്രഷ്ടമായ ആക്രോശവും കാലാഹരണപ്പെട്ട കാലത്തിന്റെ മുഖച്ഛായവും മാറ്റിക്കുറിക്കുവാനായി രാവന്തിയോളം കേരളത്തിനായി പടപൊരുതിയവൻ എവിടെ? കേരളത്തിലെ കുരുന്നുകൾ മുതൽ മധ്യവയസ്കർ വരെ കരള് പിടഞ്ഞുരുകി വിളിക്കുന്നു, മകനെ നീ തിരിച്ചു വരും. ഇപ്പോ നമ്മുടെ കൂടെയുള്ളത് സ്പീക്കിയുടെ തിരോധാനത്തിൽ മനസ്സൊരുക്കി ജീവിക്കുന്ന ഒരു അച്ഛനാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ചെവിയോർക്കാം. സ്പീക്കിയെ കാണാതായിട്ട് കുറച്ചേറെ ദിവസങ്ങളായി. ഇവിടെ മക്കൾ മാത്രമല്ല, ഞങ്ങൾ മാതാപിതാക്കൾ അസ്വസ്ഥരാ. ഇവിടെ കാണുന്നൊന്നും നോർമൽ അല്ല. കേട്ടില്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സ്പീക്കി പോയ പിന്നെ പിള്ളേരുടെ കിളിയും പോയി, കിളിക്കൂടും പോയി. എവിടെയാണവൻ? എവിടേക്ക് പോയി അവൻ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഭാണ്ഡവും തലയിലേറെ ഓരോ മലയാളിയും മലയുകയാണ് ഒരു ഭ്രാന്തനെ പോലെ. സ്പീക്ക് ഇല്ലാത്തതുകൊണ്ട് ജർമ്മൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കുക. സാറ് ചോദിച്ചു വയസ്തു, ഞാൻ പറഞ്ഞു ഇച്ചിലബി ബിരിയാണി. ഐ ലവ് ബിരിയാണി എന്നാണോ അതിന്റെ റിപ്ലൈ? സത്യം പറഞ്ഞാൽ ഞാനും കൺഫ്യൂസ്ഡാ. സ്പീക്കി പോയ പിന്നെ ഇങ്ങനെയാ. അവനല്ലേ നമ്മുടെ ജർമ്മൻ ഗുരു. ഭവാനി, കുട്ടികൾ ആകെ ഒരു മോട്ടിവേഷൻ ഇല്ല പഠിക്കാൻ എന്നാണ് നമുക്ക് ഇതിന്ന് വ്യക്തമാകുന്നത്. സ്പീക്കി, കേൾക്കുന്നില്ലേ നീ കുരുന്നുകളുടെ പിഞ്ച ഹൃദയങ്ങളിലെ വിങ്ങലുകളുടെ നിലവിളികൾ? അറിയുന്നില്ലേ നീ കാലം കാത്തുവെച്ച ചക്രവാളത്തിൽ നിനക്കായി ഒരുക്കി വെച്ച സിംഹാസനത്തിന്റെ ശൂന്യത? മടങ്ങി വരൂ നീ.